വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ബ്രാൻഡ് ലെഗസി. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയ ഒരു കമ്പനി. പോർട്ടബിൾ എനർജി സൊല്യൂഷൻസ് വിഭാഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വൈവിധ്യമാർന്ന പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു കമ്പനിയുടെ സാധ്യതകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കമ്പനി ഏതാണ്? അത് തന്നെ എവറിഡി ബാറ്ററീസ്. വെറും ബാറ്ററി മാത്രമല്ല, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കൈകാര്യം ചെയ്യുന്ന കമ്പനി കൂടിയാണ് എവറിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റോക്ക് ഡിസ്കവറി എന്ന ഈ പരിപാടിയിൽ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് മാത്രമല്ല ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് അതിന്റെ ബിസിനസ് വിഭാഗങ്ങൾ മുതൽ കാപെക്സ് പ്ലാൻസ്, ഫൈനാൻഷ്യൽസ്, റിസ്ക് ആൻഡ് ഫ്യൂച്ചർ ട്രാജക്ടറി എന്നിവയെക്കുറിച്ചെല്ലാം തന്നെ ഓരോ പ്രേക്ഷകരും അറിഞ്ഞിരിക്കണം. അപ്പോൾ തുടങ്ങാം അല്ലേ? 1934 കമ്പനി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ബാറ്ററികളുടെയും ഫ്ലാഷ് ലൈറ്റുകളുടെയും മുൻനിര നിർമ്മാതാക്കളായ എവറിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് ഉൽപ്പന്നങ്ങൾ ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചത് 1905 മുതലാണ്. അന്നു മുതൽ എവറിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യൻ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പോർട്ടബിൾ എനർജി ലൈറ്റിംഗ് മേഖലയിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എവറിഡിക്ക് മുമ്പ് ഇന്ത്യയുടെ ബാറ്ററി അല്ലെങ്കിൽ ലൈറ്റിംഗ് സൊല്യൂഷനുകൾ പ്രധാനമായും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇന്ത്യൻ വിപണിയിൽ ബ്രാൻഡിന്റെ സാന്നിധ്യത്തിന്റെ ശക്തമായ തുടക്കമാണ് കണ്ടത്. കമ്പനി തുടക്കത്തിൽ ഡ്രൈ സെൽ ബാറ്ററികൾ ഇറക്കുമതി ചെയ്യുകയും പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ വിപണനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇന്ത്യസ് മോസ്റ്റ് ഐക്കോണിക് ബാറ്ററി ബ്രാൻഡ് നൗ ട്രാൻസ്ഫോമിംഗ് ഇൻ ടു എ ഡൈവേഴ്സിഫൈഡ് കൺസ്യൂമർ ഇലക്ട്രിക്കൽ കമ്പനി. അതെ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബാറ്ററി ബ്രാൻഡ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് കമ്പനിയായി കൂടി മാറുകയാണ്. ബാറ്ററീസിന് പുറമെ കമ്പനിയുടെ മറ്റ് പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഫ്ലാഷ് ലൈറ്റ്സ് ആൻഡ് ടോർച്ചസ്, കൺസ്യൂമർ ലൈറ്റിംഗ്, പ്രൊഫഷണൽ ലൈറ്റിംഗ്, ഇലക്ട്രിക്കൽ ആക്സസറീസ്, മോസ്കിറ്റോ റാക്കറ്റ്, മൊബൈൽ ആക്സസറീസ്, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് ബർമൻ കുടുംബത്തിന്റെ, അതായത് ഡാബറിന്റെ പ്രൊമോട്ടർമാർ ഏകദേശം 43.19% ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഇനി കമ്പനിയുടെ മാനേജ്മെന്റ്. സുവാമോയ് സാഹയാണ് കമ്പനിയുടെ തലവൻ. ഏകദേശം 20 വർഷമായി സാഹ കമ്പനിയിൽ സേവനമനുഷ്ഠിക്കുന്നു. 2022 അദ്ദേഹം MD ആയി നിയമിതനായി. എവറിഡിയിൽ എത്തുന്നതിന് മുൻപ് ഹാവൽസ്, റെയ്മണ്ട്, ഫിലിപ്സ് തുടങ്ങിയ മറ്റ് പ്രധാന കമ്പനികളെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് മിക്സ് വികസിപ്പിക്കുന്നതിലും ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മെച്ചപ്പെടുത്തുന്നതിലും ഈ വളർച്ചാ തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിലുമൊക്കെ സാഹയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പരിശോധിച്ചാൽ 2393.59 കോടിയാണ്. PE റേഷ്യോ 27.75. നിലവിൽ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത് 328 രൂപ നിലവാരത്തിലാണ്. കമ്പനി വിപണിയിലേക്ക് എത്തുന്നതാകട്ടെ 2005 ഏപ്രിൽ 27 അന്ന് ലിസ്റ്റിംഗ് പ്രൈസ് 75 രൂപയായിരുന്നു. നാളിതുവരെ 505 രൂപയാണ് സ്റ്റോക്ക് അച്ചീവ് ചെയ്തിരിക്കുന്ന ഹൈ നിലവാരം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ലീഡർഷിപ്പ് പരിശോധിച്ചാൽ ഡ്രൈ സെൽ ബാറ്ററികളിൽ 53% വിപണി വിഹിതമാണ് എവറിഡിക്കുള്ളത്. ഇന്ത്യയിലുടനീളം 6 പ്ലാന്റുകൾ, 98% ബാറ്ററികളും ഇൻഹൗസ് ആയി തന്നെയാണ് കമ്പനി നിർമ്മിക്കുന്നത്. അടുത്തത് കമ്പനിയുടെ തന്ത്രപരമായ ഒരു നീക്കത്തെക്കുറിച്ചാണ്. മോഡേൺ റീറ്റെയിൽ, പ്രോഡക്റ്റ് പ്രീമിയമൈസേഷൻ ആൻഡ് സ്ട്രാറ്റജിക് കാപെക്സ് എന്നിവയുടെ പിന്തുണയോടെ ഒരു പുതിയ വളർച്ചാ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എവറിഡി. ബ്രാൻഡ് ലെഗസി കൃത്യമായി സൂക്ഷിക്കുന്ന കമ്പനി റീസ്റ്റോറേഷൻ പാതയിലേക്ക് തിരിയുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആൽക്കലൈൻ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ജമ്മുവിൽ സ്ഥാപിക്കാൻ എവറിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് പദ്ധതിയിടുകയാണ്. ഇന്ത്യയിൽ ഉയർന്ന പ്രകടനശേഷിയുള്ള ബാറ്ററികൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിരിക്കും ഈ പ്ലാന്റ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ ഈ പുതിയ ഫെസിലിറ്റി 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ബിസിനസ് ടു ബിസിനസ്, അതായത് B2B ആൻഡ് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ OEM സെഗ്മെന്റുകൾ വികസിപ്പിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. അതോടൊപ്പം ബിസിനസ് ടു കൺസ്യൂമർ, അതായത് B2C വിപണിയിൽ സപ്ലൈ ചെയിൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു.
കപ്പാസിറ്റി ആകട്ടെ പ്രതിവർഷം 360 ദശലക്ഷം യൂണിറ്റുകളും. അടുത്തത് മാർജിൻ ബൂസ്റ്റ്. അതായത് സാധാരണയായി ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിക്കുന്ന നടപടികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കുന്നത് 8 മുതൽ 10% എബിഡ വർധനവാണ്. അടുത്തത് ഈ കമ്പനിക്ക് എത്രമാത്രം വാർഷിക വരുമാന സാധ്യത ഉണ്ട് എന്നതാണ്. എന്നാൽ കേട്ടോളൂ, ആനുവൽ റവന്യൂ പൊട്ടൻഷ്യൽ 100 മുതൽ 400 കോടി വരെ. ഓരോ സെഗ്മെന്റ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ പ്രധാന വിഭാഗമായ ബാറ്ററികളുടെ വരുമാന വിഹിതം 61% മുതൽ 65% വരെയാണ്. എബിഡ മാർജിൻ 14%. കാർബൺ സിങ്ക് വരുമാനം വർഷം തോറും 7.6% വർദ്ധിച്ചിട്ടുണ്ട്. 110% വോള്യം വളർച്ചയോടെ ആൽക്കലൈൻ ബാറ്ററി വരുമാനം 90.8% വർദ്ധിച്ചു. പ്രീമിയം ആൽക്കലൈൻ മാർജിനുകൾ സിങ്ക് കാർബണിനേക്കാൾ 5 മുതൽ 6% കൂടുതലാണ്. ഇനി ഫ്ലാഷ് ലൈറ്റുകളിലേക്ക് വന്നാലും വരുമാന വിഹിതം 11% മുതൽ 20% വരെ. എബിഡ മാർജിൻ 4%. ലൈറ്റിംഗ് വരുമാന വിഹിതം 15 മുതൽ 23%. എബിഡ മാർജിൻ ബ്രേക്ക് ഈവനടുത്ത്. റീചാർജബിൾസ് ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വിൽപ്പനയുടെ ഏകദേശം 40% സംഭാവന ചെയ്യുന്നത്. സൈറൺ ടോർച്ച്, ഭീം ലൈറ്റ് പോലുള്ള പുതിയ ലോഞ്ചുകൾ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം റൂറൽ മാർക്കറ്റിൽ നേതൃസ്ഥാനം നിലനിർത്തുന്ന കമ്പനി കൂടിയാണ് എവറിഡേ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. കമ്പനിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിന്റ് ശക്തമായ LED സെഗ്മെന്റിലെ പ്രകടനമാണ്. പ്രത്യേകിച്ച് എമർജൻസി ബൾബുകളിൽ 66% വളർച്ച പ്രീമിയം ആൻഡ് പ്രൊഫഷണൽ ലൂമിനിയറുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതും നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി വാല്യുവേഷൻ സമ്മർദ്ദം ഇപ്പോഴും ലാഭക്ഷമതയെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു കൺസേണിംഗ് ഫാക്ടറാണ്. അടുത്തത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്കാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 1314 കോടിയിൽ നിന്നും തൊട്ടു പിന്നത്തെ വർഷം 1345 കോടിയായി ഉയർന്നു. എന്നാൽ ഈ 2026 സാമ്പത്തിക വർഷത്തിൽ 1408 കോടിയായിരിക്കും വരുമാനമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. എബിഡ മാർജിൻ 2024 സാമ്പത്തിക വർഷത്തിൽ 10.6%, 2025 11%, 2026 സാമ്പത്തിക വർഷത്തിൽ നേരിയ ഇടിവോടെ 9.5% കമ്പനി പ്രതീക്ഷിക്കുന്നത്. കാരണം കാർബൺ സിങ്ക് ബാറ്ററി വിഭാഗത്തിലെ കുറവ്, സ്ലോവർ റൂറൽ കൺസംഷൻ, ലൈറ്റിംഗ് വിഭാഗത്തിലെ വാല്യൂ ഇറോഷൻ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണം ഈ കുറവ് ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതായത് പാറ്റ് പരിശോധിച്ചാൽ 2024 സാമ്പത്തിക വർഷത്തിൽ 75 കോടിയായിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ വളരെ റെസിലിയന്റ് ആയിക്കൊണ്ട് 82.2 കോടിയാണ് നമ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2026 79.1 കോടി. നേരിയ ഇടിവാണ് രേഖപ്പെടുത്താൻ സാധ്യത. കാരണം അർബൻ ആൻഡ് റൂറൽ ഡിമാൻഡ് സബ്ഡ്യൂഡായി തുടരുന്നതും ഇൻപുട്ട് കോസ്റ്റിലുണ്ടാകുന്ന വോളറ്റിലിറ്റിയുമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്നത്. അടുത്തത് ROE പരിശോധിക്കാം. 2024 സാമ്പത്തിക വർഷത്തിൽ 17.5%, 2025 സാമ്പത്തിക വർഷത്തിൽ 18%, 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 16% കുറയാനാണ് സാധ്യത. EPSിലേക്ക് വന്നാലും 2024 10.4 എന്നുള്ളതായിരുന്നു. തൊട്ടു പിന്നത്തെ വർഷം അത് 10.36 2026 സാമ്പത്തിക വർഷത്തിൽ 10.99 എന്ന നിലയിൽ ഓരോ തവണയും മെച്ചപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. EPSിലെ മുന്നേറ്റം അർത്ഥമാക്കുന്നത് ഒരു കമ്പനി കൂടുതൽ ലാഭകരമായി കൊണ്ടിരിക്കുകയാണെന്നും നിക്ഷേപകർക്ക് അതിന്റെ വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കമ്പനിയുടെ കടം കുറച്ചുകൊണ്ടുവരാനുള്ള ലക്ഷ്യം ഏതൊരു ഇൻവെസ്റ്റർക്കും പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് 2024 284 കോടിയുടെ കടം എന്നുള്ളത് 225 കോടിയാക്കി കുറയ്ക്കാനാണ് ഇപ്പോൾ കമ്പനി പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എന്തെന്നാൽ ഒരു കമ്പനിയുടെ കടത്തിന്റെ പലിശ തിരിച്ചടവുകൾ നിറവേറ്റാനുള്ള കഴിവ് വിലയിരുത്തുന്ന ഒരു മെട്രിക് ആണ് ഇത് 4.51 ആണ്. കമ്പനിക്ക് ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഈ കണക്കുകൾ മനസ്സിലാക്കി തരുന്നത്. ഇനി CFO to EBITDA റേഷ്യോ 0.31 കുറഞ്ഞു. കാരണം ഓരോ സാമ്പത്തിക വർഷങ്ങളിലും വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഇൻവെന്ററി ഡേയ്സിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഈ റേഷ്യോ കുറയാൻ ഇടയായിരിക്കുന്നത്. കമ്പനിയുടെ പരസ്യം ഒപ്പം പ്രൊമോഷൻ ചെലവുകൾ പരിശോധിച്ചാൽ
വരുമാനത്തിന്റെ 11% കമ്പനി ഈ ഇനത്തിൽ ചെലവാക്കുന്നത്. അടുത്തത് ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. 2024 സാമ്പത്തിക വർഷത്തിൽ 16.7% എന്ന കമ്പനി 2 വർഷമായിട്ട് സമാനമായിട്ടുള്ള ROCE തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇൻഡസ്ട്രി ആവറേജ് ആയിട്ടുള്ള 17% നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കമ്പനി സ്റ്റേബിൾ ആയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ കൺസേൺസിന്റെ ആവശ്യം അവിടെയില്ല. ഇന്ത്യ ഡ്രൈ സെൽ മാർക്കറ്റ് വാല്യൂ 3000 കോടിയുടേതാണ്. അതിൽ 90% സിങ്ക് ബേസ്ഡും 10% ആൽക്കലൈൻ ബേസ്ഡുമാണ്. ഗ്ലോബൽ ആൽക്കലൈൻ ഇൻഡസ്ട്രി മുന്നോട്ട് വളർച്ച എക്സ്പെക്ട് ചെയ്യുന്നതാകട്ടെ ഏകദേശം 5.03% CAGR ആണ്. ഇന്ത്യയിലെ ലൈറ്റിംഗ് ഇൻഡസ്ട്രി വളരാനുള്ള സാധ്യത 7.1% CAGR-ലാണ്. 2030 വരെയുള്ള കണക്കുകളാണ് ഇത്. അതായത് 2030 വരെ 7.1% ഒരു സാധ്യത. അവിടെയാണ് എവറിഡിയുടെ സാധ്യതകളും വരുന്നത്. കാരണം എൻറ്റയർ ഫ്ലാഷ് ലൈറ്റുകളുടെ മാർക്കറ്റ് സൈസ് 1200 കോടിയാണ്. LED-യിലേക്കും റീചാർജബിൾസിലേക്കുമുള്ള ട്രെൻഡ് ഈ കമ്പനിക്ക് നേട്ടമാകും എന്നുള്ളതിൽ തർക്കമില്ല. കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ പരിശോധിച്ചാൽ ആൽക്കലൈൻ ബാറ്ററികളാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ വിപണി വിഹിതം നിലവിലെ 11% നിന്നും നേരെ 20% ഉയർത്താനാണ് എവറിഡി ലക്ഷ്യമിടുന്നത്. ശരിയായ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ ഉപയോഗിച്ച് ഈ നേട്ടം കൈവരിക്കാനായാൽ മുന്നോട്ടുള്ള ഗ്രോത്ത് വളരെ വലുതായിരിക്കും. അടുത്ത പോയിന്റ് റീറ്റെയിൽ എക്സ്പാൻഷൻ ആണ്. കമ്പനി അതിന്റെ ഇലക്ട്രിക്കൽ ചാനൽ പാർട്ട്നേഴ്സിനെ 250-ൽ നിന്നും 500-ലധികമാക്കി വളർത്താനാണ് പദ്ധതിയിടുന്നത്. ഓട്ടോമാറ്റിക്കലി അതിന്റെ വ്യാപ്തിയും വിൽപ്പനയും വർദ്ധിക്കാൻ സഹായിക്കും. ഇനി ലൈറ്റിംഗും ഫ്ലാഷ് ലൈറ്റുകളും കോമ്പീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തരാകാനും വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പ്രീമിയമൈസേഷനിലൂടെയും ഇന്നോവേഷനിലൂടെയും വളർച്ച കൈവരിക്കാൻ എവറിഡി പദ്ധതിയിടുന്നുണ്ട്. ഗ്രോസ് മാർജിൻ ആസ്പിറേഷൻ നോക്കിയാൽ ഒരു ലോങ്ങർ ടേമിലേക്ക് 40 മുതൽ 45% മൊത്തം മാർജിൻ കൈവരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത് നിലവിലെ ഏകദേശം 43% മാർജിനേക്കാൾ കൂടുതൽ തന്നെയാണ്. റവന്യൂ CAGR പരിശോധിച്ചാൽ 2024 സാമ്പത്തിക വർഷം മുതൽ 2027 സാമ്പത്തിക വർഷം വരെ 7.2% CAGR ആണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എവറിഡി എന്ന കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ ഇവയൊക്കെയാണെങ്കിലും ബിഗ് പ്ലെയേഴ്സിൽ നിന്നുള്ള പ്രൈസ് പ്രഷർ തന്നെയാണ് കമ്പനി ആദ്യം ഫേസ് ചെയ്യുന്ന ചലഞ്ച്. ആൽക്കലൈൻ ബാറ്ററി വിപണിയുടെ ഏകദേശം 60% ഡ്യൂറസെൽ ആണ് കൈവശം വെച്ചിരിക്കുന്നത്. അതായത് എവറിഡി ഒരു വലിയ കോമ്പീറ്ററിൽ നിന്നും ഗണ്യമായ പ്രൈസ് പ്രഷർ നേരിടുന്നുണ്ട് എന്നർത്ഥം. ഇത് കമ്പനിയുടെ വിലകളും ലാഭവും നിലനിർത്തുന്നതിന് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. മറ്റൊരു പോയിന്റ് കമോഡിറ്റി പ്രൈസിലുണ്ടാകുന്ന വോളറ്റിലിറ്റിയാണ്. സിങ്ക് വിലകൾ അൺസ്റ്റേബിൾ ആണ്. ഈ ഉൽപ്പന്നത്തിന്റെ വിലയിലെ മാറ്റങ്ങൾ എവറിഡിയുടെ ചെലവുകളിലും ലാഭക്ഷമതയെയും വരെ ബാധിച്ചേക്കാം. ഇനി ഗ്രാമീണ തലത്തിലുണ്ടാകുന്ന മാന്ദ്യമാണ് അടുത്ത ഒരു വെല്ലുവിളി. ഇന്ത്യയിലെ ഗ്രാമീണ മാന്ദ്യം ഫ്ലാഷ് ലൈറ്റുകൾക്കും കാർബൺ സിങ്ക് ബാറ്ററികൾക്കുമുള്ള ആവശ്യകതയെ ബാധിക്കുന്നു. ഇത് എവറിഡിയുടെ വിൽപ്പനയെയും വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും വർക്കിംഗ് ക്യാപിറ്റലിനെ ഹെവിയായി ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയുടെ കാലത്തും സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് കമ്പനിക്ക് സാഹചര്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായേക്കാം. എവറിഡിക്ക് ശക്തമായ ഒരു ബ്രാൻഡും വലിയൊരു കസ്റ്റമർ ബേസും ഉണ്ടെങ്കിലും അതിന്റെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് മിതമാണ്. ഇതിനർത്ഥം സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നതിനോ പുതിയ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനോ അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് മൂല്യം തിരികെ നൽകുന്നതിനോ ആവശ്യമായ ക്യാഷ് ഫ്ലോ സൃഷ്ടിക്കാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ്. CFOയിൽ മുന്നേറ്റം ഉണ്ടായാൽ കാര്യങ്ങൾ നേരെ പോസിറ്റീവ് ആവുകയും ചെയ്യും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പനിയുടെ വരുമാന സാധ്യതകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നീക്കങ്ങളിൽ ഒന്നായ ജമ്മുവിലെ ആൽക്കലൈൻ ബാറ്ററി പ്ലാന്റ് തന്നെയാണ്. ക്യാപെക്സ് 180 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ 75% എക്സ്റ്റേണൽ ഫണ്ടിങ്ങും 25% ഇന്റേണൽ സോഴ്സിൽ നിന്നുമാണ്. ഈ പ്രോജക്റ്റ് നടപ്പായാൽ കമ്പനിയുടെ ചിലവ് 10% വരെ കുറഞ്ഞേക്കും. ഒബ്വിയസ്ലി അതുവഴി പ്രോഫിറ്റ് നേടാൻ കമ്പനിക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം B2C, B2B, OEM സെഗ്മെന്റുകളിൽ ഫോക്കസ് ചെയ്യാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതയിലേക്കും അത് വഴിതെളിക്കും. കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഒരു കമ്പനിക്ക് അതിന്റെ പിയർ ഗ്രൂപ്പിനേക്കാൾ കുറഞ്ഞ ചെലവിൽ സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോഴാണ്
ഈ പറഞ്ഞ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. നിലവിൽ ആൽക്കലൈൻ ബാറ്ററികൾക്ക് വേണ്ടി ഇറക്കുമതിയെ കമ്പനി ആശ്രയിക്കാറുണ്ട്. ജമ്മുവിലെ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഇത്തരത്തിലുള്ള ഇറക്കുമതി വഴി ഉണ്ടാകുന്ന ചിലവിന്റെ 10% വരെ കുറച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി അതുവഴി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കും എന്നതിൽ തർക്കമില്ല. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് എവറിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക. ഇതൊരു സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ചൊരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.